ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് കംപ്ലീറ്റ്ലി ഗ്രോത്ത് റിലേറ്റഡ് ആണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ആക്കുന്നതായിരിക്കും ഈ ഒരു പോഡ്കാസ്റ്റ്. നിങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെ എന്നോട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഈ ഒരു പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും, വളർച്ച എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെട്ടെന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല. അത് സൈലൻ്റാണ്, ഇൻവിസിബിളാണ്. നമുക്ക് ഈ ഗ്രോത്ത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഡെയിലി ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഈ വളർച്ച എന്ന് പറയുന്നത്. ഗ്രോത്ത് ഒരു ഹീലിംഗ് പാറ്റേൺ ആണ്. അതായത് നമ്മൾ ചാടിക്കയറി പ്രവർത്തിച്ച ഏരിയാസ്, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിച്ച ഭാഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെയും സ്ലോ ആയി നോക്കിക്കണ്ട് വേണ്ട സ്റ്റെപ്സ് വെക്കുന്നതിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. വളർച്ച എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കലാണ്, ചുറ്റുമുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യലാണ്, അതിൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കലാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പോയിൻ്റ് മറ്റുള്ളവർക്ക് ക്ലിയർ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ ലൈഫ് നമ്മൾ ക്ലിയറായി ലിവ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഗ്രോത്ത് പവർഫുള്ളാണ്, കാരണം അത് സമാധാനമാണ്. വളർച്ച എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമ കാണിക്കലാണ്, അറിയാത്ത കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യലാണ് അല്ലെങ്കിൽ മനസ്സിലാക്കലാണ്, ചുറ്റുമുള്ള കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കലാണ്. നമ്മൾ ഗ്രോ ആവുന്ന സമയത്ത് നമ്മുടെ ഇന്നർ വോയിസ് കുറച്ചുകൂടി കൈൻഡ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ നേരെ മറിച്ചും പറയാം കേട്ടോ, നമ്മളോട് കൂടുതൽ കൈൻഡ് ആവുമ്പോൾ, നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരാനായിട്ട് തുടങ്ങും. മറ്റൊരു വലിയ കാര്യം, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒന്ന് സമാധാനത്തോടെ ഇരിക്കലും കൂടിയാണ് കേട്ടോ. നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. എസ്കേപ്പ് ചെയ്യില്ല ഒരിക്കലും. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ശ്രമിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ട്, പക്ഷേ അതൊരു മടുപ്പുള്ള കാര്യമാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന് നിങ്ങൾ കൂട്ടുക. ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് തരുന്ന മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പഠനം കൊണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നറിയാമെങ്കിൽ എല്ലാ ഡിസ്കംഫേർട്ടും കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ സൈലൻ്റായി ഒന്ന് ഇരുന്ന് കൊടുത്താലാണ് നമ്മൾ വളരുന്നത്. ഗ്രോത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം, പക്ഷേ നമ്മളൊന്ന് ക്ഷമ കാണിച്ചാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നടക്കലാണ്. ചുരുക്കി പറഞ്ഞാൽ ഗ്രോത്ത് ചില സമയത്തെങ്കിലും നമുക്ക് പെയിൻഫുള്ളായിട്ട് തോന്നാം. ഇനി എന്തൊക്കെ ഗ്രോത്ത് അല്ല എന്ന് നോക്കാം. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നടക്കലല്ല ഗ്രോത്ത്. അതായത് എല്ലാ കാര്യങ്ങളും ഒരേ അളവിൽ ഒരുപോലെ വളർന്നു വരലല്ല ഗ്രോത്ത്. ഇനി ഒന്നും വയ്യാന്ന് തോന്നുന്ന സമയത്തും ഒരുപാട് അങ്ങ് ഫോഴ്സ് ചെയ്യലല്ല ഗ്രോത്ത്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യലല്ല ഗ്രോത്ത്. അവനവൻ്റെ വേദന മനസ്സിലാക്കാതെ നടക്കലല്ല ഗ്രോത്ത്. നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ വേദനകൾ ഡിസ്ട്രാക്ഷനിലൂടെ ഒഴിവാക്കലല്ല ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. പലരും ചെയ്യുന്ന കാര്യമാണ്, ചെയ്യാനുള്ള കാര്യങ്ങൾ, നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. വിഷമമുള്ള കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ ഡിസ്ട്രാക്റ്റ് ചെയ്യും. എങ്ങനെ? മൊബൈലോ മറ്റുള്ള കാര്യങ്ങളോ ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ജോലിയിൽ അങ്ങ് മുഴുകി ആ വേദന അങ്ങ് മറക്കാനായിട്ട് ശ്രമിക്കും. അതല്ല ഗ്രോത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ശരിയായ രീതിയിലല്ല വളരുന്നത്. നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വളർന്നാലും നമുക്ക് ആ വളർന്ന മേഖലയിൽ അങ്ങ് പറക്കാനായിട്ട് സാധിക്കില്ല. ഒരുപാട് സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ വായിക്കുക, മോട്ടിവേഷൻ കേൾക്കുക, പക്ഷേ അപ്ലൈ ചെയ്യാതിരിക്കുക, അതൊന്നും ലൈഫിൻ്റെ ഭാഗമാക്കാതിരിക്കുക. ഇത് ഗ്രോത്താണോ? നിങ്ങൾ തന്നെ നിങ്ങളോടൊന്ന് ചോദിച്ച് നോക്കുക. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇമോഷൻസ് ഇഗ്നോർ ചെയ്യലല്ല, കല്ല് പോലെ ആക്ട് ചെയ്യലല്ല. അതായത് ഒന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ കല്ല് പോലെ നിൽക്കലല്ല, എല്ലാം ചുറ്റുമുള്ളതെല്ലാം കൺട്രോൾ ചെയ്യലല്ല, സമാധാനം നിലനിർത്താനായിട്ട് സൈലൻ്റായിട്ടിരിക്കലുമല്ല ഗ്രോത്ത്. ഒരുപാട് കാലം സമാധാനം നിലനിർത്താനായിട്ട് സൈലൻ്റായിട്ട് നിന്നാൽ അവിടെ ഒരു ഗ്രോത്തും നടക്കാൻ പോകുന്നില്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും റിവെഞ്ച് അല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മറുപടി അല്ല ഗ്രോത്ത്. മോട്ടിവേഷൻ കിട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് ചിന്തിക്കലല്ല ഗ്രോത്ത്.
ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും അവസാനമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെയും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എങ്ങനെ വളരാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അവെയർ ആവുക. അവനവൻ്റെ കാര്യത്തിൽ അവെയർ ആവുക. എന്താണ് ചുറ്റും നടക്കുന്നത്, എന്നിൽ നടക്കുന്ന എന്താണ്, എൻ്റെ മനസ്സാഗ്രഹിക്കുന്ന എന്താണ്, ഇങ്ങനെ എല്ലാ കാര്യത്തിലൊന്ന് അവെയർ ആവുക. നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്കതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. 2, നമ്മളോട് ട്രൂത്ത്ഫുൾ ആവലാണ് ഗ്രോ ആവാനുള്ള ഏറ്റവും നല്ല വഴി. നമ്മളോട് സത്യസന്ധത പാലിക്കുക. അടുത്തത്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. എല്ലാറ്റിനും മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം, സാഹചര്യങ്ങളെ കുറ്റം പറയുന്നതിന് പകരം എന്ത് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കുക. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് വളരാനുള്ള വഴി തെളിയുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ പഴിചാരി നടക്കുകയാണെങ്കിൽ എല്ലായിടത്തും റോഡ് ബ്ലോക്ക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലായിടത്തും തടസ്സം മാത്രമേ ഉണ്ടാവുള്ളൂ. 1, അവെയർ ആവുക, എല്ലാ കാര്യത്തിലും അവെയർ ആവുക. 2, അവനവനോട് സത്യസന്ധത പാലിക്കുക. 3, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, മറ്റുള്ളവരെ പഴി ചാരാതിരിക്കുക. 4, തോൽവിയിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യത്തിൽ തോറ്റു കഴിഞ്ഞാൽ അതിനെ പേടിച്ച് നിൽക്കാതെ അതിൽ നിന്ന് എന്ത് പാഠമാണോ എടുക്കാൻ പറ്റുന്നത് അതെടുക്കുക. ഓക്കെ, ഇന്ന പോലെ ചെയ്തപ്പോഴാണ് ഞാൻ ഇതിൽ ഫെയിലായത്, ഇനി അടുത്ത പ്രാവശ്യം ഇന്ന പോലെ നോക്കാം, ഈ രീതിയിലുള്ള തോട്ട് കൊടുക്കുക. അവിടെയാണ് ഗ്രോത്ത് ഉള്ളത്. 5, കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെറിയ സ്റ്റെപ്സ് ഓരോ ദിവസവും വെക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഗ്രോ ആവുന്നത്. ഈ കൺസിസ്റ്റൻസിയും അല്ലെങ്കിൽ ഡിസിപ്ലിനൊന്നും എല്ലാവരുടെയും ഒരുപോലെയല്ല. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ കമ്പയർ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യുന്നത് പോലെ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല, ഞാൻ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. എല്ലാവരുടെയും ഈ കൺസിസ്റ്റൻസിയും അല്ലെങ്കിൽ ഡിസിപ്ലിനൊക്കെ ഡിഫറെൻ്റ് ആണ്. ഞാൻ എപ്പോഴും എൻ്റെ എനർജി ഉള്ള ടൈം നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് എനർജി ഇല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാനൊന്നും ചെയ്യാറില്ല. അതാണ് എൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. 6, നിങ്ങളുടെ ചുറ്റുമുള്ളത് ഗ്രോത്ത് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നതെങ്കിൽ നിങ്ങളുടെ വളർച്ച അത് ഒരു സ്വപ്നം മാത്രമായിരിക്കും. നിങ്ങളുടെ ചുറ്റും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫിസിക്കലി നിങ്ങളുടെ ചുറ്റും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ സാഹചര്യമില്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാനൊന്നുള്ള സാഹചര്യമില്ല എന്നാണെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ ഫ്രണ്ട്സ് അവൈലബിൾ ആണ്, അല്ലേ? ഓൺലൈൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്ളോഗേഴ്സിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ഗ്രോത്ത് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ പ്രത്യേകം കോച്ചിനെ ഫോളോ ചെയ്യാം, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നുള്ള തോട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ എൻ്റെ കുട്ടികൾ ചെറുതായ സമയത്ത് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് എനിക്കിഷ്ടമുണ്ടായിരുന്ന കുറച്ച് യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ്, മമ്മി വ്ളോഗേഴ്സ്, അവരുടെ വീഡിയോസ് വെച്ചിട്ട് അവരെൻ്റെ സുഹൃത്തുക്കളാണ്, അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്കും കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു തോട്ട് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കാര്യങ്ങളും ചെയ്യും. എൻ്റെ കുഞ്ഞ് കരയുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കും, അതല്ലാത്ത സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. 7, നിങ്ങളുടെ ഇമോഷൻസ് എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എഴുതി ക്ലാരിറ്റി വരുത്താനായിട്ട് ശ്രമിക്കുക. 8, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യവും നോക്കി അൽഹംദുലില്ലാ, താങ്ക് ഗോഡ് എന്ന് പറയാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ ഒന്നും നല്ലത് നടക്കുന്നില്ല. നമുക്ക് ഒന്നുകിൽ ആരോഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ ചെവി കേൾക്കുന്നുണ്ട്, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, അല്ലേ? നമുക്ക് ഉള്ളതിലേക്ക് നോക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല എന്നാണെങ്കിൽ ചെവി കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാം. നിങ്ങൾക്കൊരു പേനയുണ്ട് എഴുതാനാണെങ്കിൽ, ഒരു പുസ്തകം ഉണ്ട് എന്നാണെങ്കിൽ അതിന് നിങ്ങൾക്ക് നന്ദി പറയാം. നമുക്ക് എല്ലാറ്റിനും നന്ദി പറയാം. നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും നമുക്ക് നോക്കി നന്ദി പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വളരും എന്നുള്ളത് ഉറപ്പാണ്. 9, എല്ലാ ദിവസവും ബോഡി മൂവ് ചെയ്യാനായിട്ട്, ശരീരം അനക്കാനായിട്ട് ശ്രമിക്കുക. എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ പോകാനായിട്ട് ശ്രമിക്കുക. ഇതെൻ്റെ കാര്യത്തിൽ വളരെ വൈകിയാണ് എക്സസൈസ് നന്നായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ എനർജി നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനർജി കൂടുന്നത് എന്നുള്ളത് മനസ്സിലായത്. എൻ്റെ ചിന്തയിൽ ജിമ്മിന് പോയി കഴിഞ്ഞാൽ തീരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആയിരുന്നു. എനിക്ക് കുട്ടികളെ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിന് സമയം കിട്ടില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം ഫ്രീ ആവും നമ്മുടെ ബോഡി എന്നുള്ളത്, നമുക്ക് എത്രത്തോളം നമ്മുടെ എനർജി, നമ്മുടെ ഉള്ളിലുള്ള എനർജി നന്നായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത്. ഈ ഒരു ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ ജീവിക്കാൻ കഴിയുന്നത്. 10, ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക.
നമ്മുടെ ഫാബൈൻ ഫാമിലിയിലുള്ള, നമ്മുടെ ഫാബുലസ് ലൈഫിലുള്ള ഒരുവിധം ആൾക്കാരൊക്കെയും ചെയ്തിട്ടുള്ള കാര്യമാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. നമ്മൾ ചെറിയ പ്രായം മുതൽ കേട്ട വാക്കുകൾ, കണ്ട കാഴ്ചകൾ, അനുഭവിച്ച വേദനകൾ, അല്ലെങ്കിൽ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻസ്, ഇതൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇന്നതിലൂടെയാണ് എനിക്ക് ഇന്ന പേടികൾ വന്നത്, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സ്റ്റക്കായിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രീ ലൈഫുണ്ട്. ആ ഒരു ലൈഫിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ ആ ഒരു ഇന്നർ ചൈൽഡിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതിനെ ഹീൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം സ്വന്തത്തോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം അറിയാം, എല്ലാ സ്റ്റെപ്സും അറിയാം, എല്ലാ പോയിൻറ്റ്സ് അറിയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതുണ്ട്. അതിന് വളരാനുള്ള അനുവാദം, അല്ലെങ്കിൽ സേഫ്റ്റി, പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു കുഞ്ഞിൻ്റെ വിഷമങ്ങൾ മാറ്റിക്കൊണ്ട്, അത് മനസ്സിലാക്കി വിഷമങ്ങൾ മാറ്റി, പിന്നെ അങ്ങോട്ട് നമ്മളായിട്ട് റീപാരൻറ്റിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മുടെ പാരൻറ്റായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഹീലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ പറക്കാനായിട്ട് നമ്മൾ തന്നെ അങ്ങ് ചുവട് വെക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ സംഭവമായിട്ട് തോന്നാം. ചെറിയ സ്റ്റെപ്സാണ്, പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് കോച്ചിങ്ങിലൂടെയാണ് നമ്മൾ ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത് കേട്ടോ. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ മാജിക്കലായിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജേർണൽ ചെയ്തുകൊണ്ട്, എഴുതിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നത് കേട്ടോ. നമ്മുടെ എല്ലാ കോച്ചിങ്ങും ഇമോഷണൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നടത്തുന്നത്. നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവുക, നമ്മുടെ ലൈഫിൽ നല്ല വെളിച്ചം ഉണ്ടാക്കിയെടുക്കുക, അത് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ 6 മന്തൊക്കെ കൂടുമ്പോൾ മാത്രമാണ് നമ്മൾ വെക്കാറുള്ളത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത ആൾക്കാർക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. 11, നമ്മൾ നമ്മളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ നമ്മൾ നമ്മളോട് ക്ഷമിക്കുക. നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്സ് വരും, അങ്ങനെ തന്നെയാണ് നമ്മൾ വളരുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്സ് നോക്കി കുറ്റപ്പെടുത്തി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വളരാനായിട്ട് കഴിയില്ല. നമ്മളോട് ക്ഷമിക്കുക. 12, ലൈഫിൽ പല കാര്യങ്ങളും നടക്കുമ്പോൾ അതിൽ ക്യൂരിയസ് ആവാനായിട്ട് ശ്രമിക്കുക. അതായത് ചില കാര്യങ്ങൾ നടക്കുന്നത് അതിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതങ്ങനെ തന്നെ കാണുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം നല്ലതാണ്, നിങ്ങളുടെ പാർട്ട്ണറുടെ സ്വഭാവവും നല്ലതാണ്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫാമിലിക്കൊക്കെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പ്രശ്നമാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ക്യൂരിയസ് ആവുക, പഠിക്കുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ക്യൂരിയസ് ആയിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ സങ്കടമില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, പഠിക്കുകയാണ് ചെയ്യുന്നത്, നമുക്ക് ഈസി ആയിട്ട് അത് ഓവർകം ചെയ്യാനായിട്ട് കഴിയും. 13, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നാണെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് പോസ് ചെയ്യാനായിട്ട് പഠിക്കുക. എല്ലാം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾക്കൊന്നും ഒറ്റയ്ക്ക് ശരിയാവുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കൂട്ടമായിട്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. ഗ്രൂപ്പ് കോച്ചിങ് ആണ് എപ്പോഴും നടക്കുന്നത്. അതിൽ ജോയിൻ ചെയ്താൽ മെല്ലെ സ്ലോ ആയിട്ട് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഒരു കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. 14, സ്പീഡിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നു, ആ വെയിറ്റ് ലോസ് സ്പീഡായിട്ട് നടക്കുന്നില്ല, ഇറ്റ്സ് ഓക്കെ. അതിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഓരോ ദിവസവും ട്രൈ ചെയ്യുന്നത്, അതിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് മാത്രം നോക്കുക. 15, മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് അക്സെപ്റ്റ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക. പെട്ടെന്ന് അങ്ങ് ഡിഫെൻസ് മോഡലേക്കായി മാറാതിരിക്കുക. 16, കംപ്ലൈൻറ്റ് പറയുന്നതിന് പകരം, എല്ലാറ്റിലും പരാതി പറയുന്നതിന് പകരം സൊല്യൂഷനിലേക്ക് നോക്കുക. സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എല്ലാറ്റിനും സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമുക്ക് അറിയാനിട്ടല്ല, പക്ഷേ ഏറ്റവും ഈസി എന്ന് പറയുന്നത് പരാതി പറയൽ തന്നെയാണ്. 17, നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. ചിലർ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളിൽ അങ്ങ് കിടക്കും. അത് നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്കൊരു പ്രശ്നം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ സൊല്യൂഷനിലേക്ക് നമ്മൾ നോക്കണം. നോക്കിയാലേ നമുക്ക് വാതിൽ കാണുള്ളൂ. നമ്മൾ ഇതെൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് പുതിയ വഴികൾ കണ്ടുപിടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ ഒരു സംഗതി നിങ്ങളുടെ ലൈഫിലില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് ഓർത്ത് നോക്കിയാൽ തന്നെ ആ ഒരു ഏരിയയിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. പലർക്കും
ധൈര്യക്കുറവ്, ചെറിയൊരു ധൈര്യക്കുറവ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടിയൊക്കെ കൊണ്ടാണ്. അതായത് പെട്ടുകിടക്കുന്ന സിറ്റുവേഷൻ എന്താണെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടന്നാൽ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഞാനെന്ത് ചെയ്യും എന്നൊക്കെ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ സപ്പോർട്ടില്ലാതെ ഞാനെന്ത് ചെയ്യും എന്നൊക്കെ പേടിച്ചുകൊണ്ട് കുഴിയിൽ തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് കടക്കുക. നിങ്ങളുടെ സാഹചര്യം മോശമാണെങ്കിൽ നല്ല സാഹചര്യത്തിലേക്ക് മാറാനായിട്ട് നന്നായി ശ്രമിക്കുക. 18 നല്ല ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഫോളോ ചെയ്യുന്നതും ശീലമാക്കി മാറ്റുക. എപ്പോഴും പുതിയ പുതിയ ശീലങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 19 നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഗ്രോ ആവാൻ കഴിയുള്ളൂ. എപ്പോഴും ഗോ 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 എന്ന ലെവലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ബേൺ ഔട്ട്, ഡിപ്രഷൻ ഈ അവസ്ഥയിലൊക്കെ മാറും. അത് 100% ഉറപ്പാണ്. അത് ഇതിന് മുൻപ് അനുഭവിച്ച ആൾക്കാരൊക്കെയും നമ്മുടെ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഏത് ആർട്ടിക്കിൾ വായിക്കുമ്പോഴാണെങ്കിലും നമുക്കത് കാണാനായിട്ട് കഴിയും. നമ്മളെപ്പോഴും ഫാസ്റ്റ് മോഡൽ അങ്ങ് ഓടിക്കഴിഞ്ഞാൽ, റെസ്റ്റ് ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ അധിക കാലമൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ റെസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 20 കീപ് ഷോയിങ് അപ്പ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ആയിട്ടുള്ള സംഗതികളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും നിർത്താതിരിക്കുക. ലോങ് ഗ്യാപ്പ് വന്നാൽ പോലും വീണ്ടും അതിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്ത പഠനത്തിലാണ് വലിയ ബ്രേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊണ്ടുപോകണം, എപ്പോഴും കൂടെ കൂട്ടണം എന്ന് വിചാരിച്ച നിങ്ങളുടെ ഏതോ ഒരു ശീലത്തിലാണ് വലിയ ബ്രേക്ക് വന്നു പോയത്. എന്താണെങ്കിലും വീണ്ടും അതിലേക്ക് തിരിച്ചെത്താനായിട്ട് ശ്രമിക്കുക. അവിടെയാണ് ഗ്രോത്ത് ഉള്ളത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ലൈഫ് ടൈം കമ്പാനിയനാണ്, നമ്മുടെ സുഹൃത്തായിട്ട് തന്നെ നമ്മൾ കാണുക. ഈ ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ആഴ്ചയായിട്ടോ. പക്ഷെ പല തടസ്സങ്ങളും ഉണ്ട്, എനിക്കിത് പൂർത്തിയാക്കാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇനിയും ഇതിന് മുകളിൽ ഇരുന്നാൽ വീഡിയോ ലേറ്റ് ആവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കാം കേട്ടോ. അടുത്ത പാർട്ടിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചെറുതായിട്ടൊരു ഐഡിയ തരാം. ആദ്യത്തേത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് ആണ്. ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് എങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറാം. പിന്നെ നമുക്ക് ഫാമിലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ വളരാം. നമ്മുടെ ചുറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമ്പോൾ വളർച്ച എങ്ങനെയായിരിക്കണം. മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി, സ്പിരിച്വലി ഒക്കെ എങ്ങനെയാണ്, പ്ലസ് പണത്തിലും എങ്ങനെയാണ് വളരേണ്ടത്. പിന്നെ തീർച്ചയായും എപ്പോഴും വരുന്നൊരു സംശയമാണ് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. അതും ക്ലിയർ ആക്കുന്നതായിരിക്കും. സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ച് ക്ലിയർ ആക്കുന്നതായിരിക്കും. ഇമോഷണൽ മെച്യൂരിറ്റിയെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഗ്രോത്ത് ആഫ്റ്റർ ട്രോമയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ബിസിനസ് ആൻഡ് ലീഡർഷിപ്പ് ഗ്രോത്ത്, അതുപോലെ റിലേഷൻഷിപ്സിലും ഫ്രണ്ട്ഷിപ്പിലും ഫാമിലിയിലൊക്കെ എങ്ങനെ വളരാം. നമ്മുടെ ഗ്രോത്തിനെ കുറിച്ചുള്ള കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. ഗ്രോത്തിന് പലതരം സ്റ്റേജ് ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് റെക്കോർഡിംഗ് ഒന്ന് ഈസി ആവാൻ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളൊന്ന് ഈസി ആവാനായിട്ട് ഒരു കുഞ്ഞു പ്രാർത്ഥന, അത് മാത്രം മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും, ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക്, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.